ഉണ്ടാകാൻ ഒന്ന് നമ്മൾ പറയില്ലേ സാധാരണ ഈ ലവണാംശങ്ങളൊക്കെ കൂടുതൽ ഉപ്പ് പോലുള്ള സാധനങ്ങൾ കൂടുതൽ കൂട്ടുമ്പം പ്രഷർ ഉണ്ടാവും എന്ന് പറയുന്നില്ലേ. അപ്പം അത് കൂടുമ്പം ബ്ലഡിൽ ശരിക്ക് കട്ടി കൂടും. വെള്ളം കൂടി കുറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം മുഴുവൻ ബ്ലഡിൽ കയറിയിട്ട് മാത്രമേ പുറത്തു പോകുള്ളൂ. അപ്പോൾ വെള്ളം കൂടി പറയുമ്പോൾ ബ്ലഡിൻ്റെ കട്ടി കൂടും. ബ്ലഡ് പ്രഷർ എന്തെങ്കിലും സൂചനയാണോ? അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുക? ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. എല്ലായിടത്തും സർക്കുലേഷൻ എത്തിക്കാൻ വേണ്ടി ഹാർട്ട് നടത്തുന്ന പ്രഷറാണല്ലോ നമ്മൾ അളക്കുന്നത്. അത് ഈസി ആയിട്ട് അളക്കാം. പിന്നെ ബ്ലഡ് ഒഴുകുന്ന സമയത്ത് പ്രഷർ കുറവായിരിക്കും, നോർമലായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ എവിടെയെങ്കിലും വരുമ്പോഴാണ് പ്രഷർ കൂട്ടുന്നത്. കാരണം നമ്മുടെ ഏതെങ്കിലും ഒരു ഞരമ്പ് ചുരുണ്ട് കൂട്ടിപ്പോയി നോക്കിക്കോ, ലേശം വ്യാസം കുറഞ്ഞു പോയാൽ തന്നെ അപ്പുറം ബ്ലഡ് എത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവിടെ പ്രഷർ കൂട്ടിയേ നോക്കൂ. അപ്പോൾ നമ്മൾ ആ കാരണം മാറ്റുന്നതിന് പകരം നമ്മൾ പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കഴിക്കുന്നത് അത് അപകടമാണ്. ബ്ലഡ് തിക്നെസ്സും തിന്നിങ്ങുമായിട്ട് പ്രഷർ എന്തെങ്കിലും ബന്ധമുണ്ടോ? പിന്നെ ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. കട്ടി കൂടുമ്പം പ്രഷർ കൂട്ടിയാലേ ബ്ലഡിന് കട്ടി കൂടുമ്പോൾ ഏത് ദ്രാവകമാണെങ്കിലും കട്ടി കൂടുമ്പോൾ അതിനെ പുള്ളി ചെയ്യാനുള്ള പിന്നെ പ്രഷർ കൂട്ടണ്ടേ. അപ്പോൾ ബ്ലഡിന് കട്ടി കൂടുമ്പോൾ പിന്നെ ഹാർട്ടിന് പ്രഷർ കൂട്ടിയേ വെക്കൂ. എന്തുകൊണ്ടാണ് ബ്ലഡിന് തിക്നെസ് ആവാൻ കാരണം? തിക്നെസ് ഉണ്ടാകാൻ ഒന്ന് നമ്മൾ പറയില്ലേ സാധാരണ ഈ ലവണാംശങ്ങളൊക്കെ കൂടുതൽ ഉപ്പ് പോലുള്ള സാധനങ്ങൾ കൂടുതൽ കൂട്ടുമ്പം പ്രഷർ ഉണ്ടാവും എന്ന് പറയുന്നില്ലേ. അപ്പം അത് കൂടുമ്പം ബ്ലഡിൽ ശരിക്ക് കട്ടി കൂടും. വെള്ളം കൂടി കുറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന വെള്ളം മുഴുവൻ ബ്ലഡിൽ കയറിയിട്ട് മാത്രമേ പുറത്തു പോകുള്ളൂ. അപ്പോൾ വെള്ളം കൂടി പറയുമ്പോൾ ബ്ലഡിൻ്റെ കട്ടി കൂടും. അപ്പോൾ ആ വെള്ളം കൂടി കുറഞ്ഞാൽ തന്നെ പ്രഷർ കൂടാൻ തുടങ്ങും. കാരണം ഇതിനെ കട്ടി കൂടുമ്പോൾ നമുക്ക് പ്രഷർ ചെയ്ത് ഉന്തി മാറ്റാനുള്ള പവർ കൂട്ടണ്ടേ. അതാണ്.